എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. സലിം ഷാ, കൊല്ലം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്ക് നമ്മൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖല വേണം. അതിൽ തിരുവിതാംകൂർ നമ്മൾ രാജാക്കന്മാരും അവരുടെ ഭരണപരിഷ്കാരങ്ങളെയും കുറിച്ച് നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് വേണ്ട ഒരു സംഭവമാണ് കൊച്ചി രാജ്യചരിത്രം. വളരെ കുറച്ചു മാത്രം പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇവിടെ നോക്കി വെച്ചാൽ മതി. അത്ര വലിയ ആധികാരികമായോ ഡീപ്പായോ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ചില കാര്യങ്ങളും മുൻപ് ചില ഡിഗ്രി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും മതി നമുക്കത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നീട്ടുന്നില്ല, കൊച്ചി രാജ്യ ചരിത്രത്തിലേക്ക് പോകാം. കൊച്ചി രാജ്യം ഉൾപ്പെട്ട സ്വരൂപം എല്ലാവർക്കും അറിയാമല്ലോ. പെരുമ്പടപ്പ് സ്വരൂപമാണ്. അപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജ്യം. എന്താ ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ? എന്താ ഈ സ്വരൂപം? എല്ലാവരും പറയുന്നുണ്ട്. കൊച്ചി സ്വരൂപം, തിരുവിതാംകോട് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, ഇളയിടത്ത് സ്വരൂപം, അങ്ങനെ ഒരുപാട് സ്വരൂപം. എന്താ സ്വരൂപം? പഴയ കാലത്ത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് ഒരു സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കൂട്ടം ഗ്രാമങ്ങളാണ് ഒരു സ്വരൂപം. ആ സ്വരൂപത്തിന് ഒരു നാടുവാഴി ഉണ്ടാകും. നിരവധി സ്വരൂപം ചേരുമ്പോൾ നാടായി, അതിന് രാജ്യമായി രാജാവ് ഉണ്ടാകും. സിമ്പിൾ. ഇതാണ് സ്വരൂപം. നമ്മൾ ഇന്ന് പറയത്തില്ലേ, കുറേ വാർഡുകൾ ചേർന്ന് ഒരു പഞ്ചായത്ത്, കുറേ ഗ്രാമങ്ങൾ ചേർന്ന് ഒരു സ്വരൂപം. ക്ലിയർ? അപ്പോൾ കൊച്ചി ഉൾപ്പെട്ട സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപമാണ്. തിരുവിതാംകൂർ നമുക്കറിയാം, തൃപ്പാപ്പൂരാണ്, തൃപ്പാപ്പൂർ സ്വരൂപമാണ്. കൊച്ചി പെരുമ്പടപ്പാണ്. കോഴിക്കോട് സാമൂതിരി, കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപമാണ് അല്ലേ. കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപമാണ് അല്ലേ. അങ്ങനെ നിരവധി സ്വരൂപങ്ങൾ. അതിൽ കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സ്ഥാനപ്പേരാണ് കോവിലധികാരികൾ. കോവിലധികാരികൾ അല്ലെങ്കിൽ കോയിലധികാരികൾ. അപ്പോൾ രണ്ട് വസ്തുതകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. കൊച്ചി ഉൾപ്പെട്ട സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സ്ഥാനപ്പേരാണ് കോയിലധികാരികൾ അല്ലെങ്കിൽ കോവിലധികാരികൾ. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സ്ഥാനപ്പേര് അറിയാമോ? പത്മനാഭദാസൻ. ഇവിടെ ഈ തായാണോ ഈ ദായാണോ? ചെക്ക് ചെയ്തോളൂ. പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടത് ആരാണ്? തിരുവിതാംകൂറാണ്. അപ്പോൾ ഇവിടെ കോയിലധികാരികൾ. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ചിത്രകൂടം ആയിരുന്നു. ആദ്യ തലസ്ഥാനം ചിത്രകൂടം. പിന്നീട് ആ ചിത്രകൂടത്തിൽ നിന്ന് മഹോദയപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. മഹോദയപുരം ഇന്നത്തെ കൊടുങ്ങല്ലൂർ. മഹോദയപുരം ഇന്നത്തെ കൊടുങ്ങല്ലൂർ അല്ലേ. മുസിരിസ് അല്ലേ, മുസിരിസ്. മുരജിപത്തനം. അതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേ. മുയിരിക്കോട്, മുയിരിക്കോട്. ഇതെല്ലാം ഏതാ? മഹോദയപുരമാണ്. മുസിരിസ്, മുരജിപത്തനം, മുയിരിക്കോട്, ഇതെല്ലാം ഏതാണ്? കൊടുങ്ങല്ലൂരാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യ തലസ്ഥാനം ചിത്രകൂടം, പിന്നീട് മഹോദയപുരം, പിന്നീട് കൊച്ചിയിലേക്ക് മാറി. കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനം. അവിടെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കേ.
1341 പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി കൊടുങ്ങല്ലൂരിന് പ്രാധാന്യം നഷ്ടപ്പെടുന്നു. മഹോദയപുരത്തിന് പ്രാധാന്യം നഷ്ടപ്പെടുകയും കൊച്ചി ഒരു നല്ല തുറമുഖമായി ഉയർന്നു വരികയും ചെയ്തതോടെ മഹോദയപുരത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതോടെ കൊച്ചി രാജാക്കന്മാർ തലസ്ഥാനമായി സ്വീകരിച്ച നാട് പ്രദേശം കൊച്ചി. അപ്പോൾ അവിടെ അഡീഷണൽ നമുക്ക് ഓർമ്മിക്കണം, പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം 1341. കൊടുങ്ങല്ലൂരിന് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവം, മഹോദയപുരത്തിന് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവം 1341 പെരിയാർ വെള്ളപ്പൊക്കം. അപ്പോൾ പെരിയാർ വെള്ളപ്പൊക്കത്തിന് ഫലമായി കൊടുങ്ങല്ലൂരിൻ്റെ പ്രാധാന്യം നശിക്കുന്നു. കൊച്ചി ഒരു പ്രധാനപ്പെട്ട നഗര കേന്ദ്രമായി വികസിക്കുന്നു. അപ്പോൾ കൊച്ചി രാജാക്കന്മാർ തലസ്ഥാനം മഹോദയപുരത്തിൽ നിന്നും കൊച്ചിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആദ്യ തലസ്ഥാനം ചിത്രകൂടം. അപ്പോൾ കൊച്ചി രാജ്യം ഉൾപ്പെട്ട സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപമാണ്. കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സ്ഥാനപ്പേര് കോയിലധികാരികളാണ്. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആദ്യ തലസ്ഥാനം ചിത്രകൂടവും പിന്നീട് മഹോദയപുരവും പിന്നീട് കൊച്ചിയുമാണ്. മഹോദയപുരത്തിൻ്റെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരുകളാണ് മുസിരിസ്, മുരജിപത്തനം, മുയിരിക്കോട്, മുച്ചിറി. അതുകൂടെ നോക്കില്ലോ. മുസിരിസ് കൊടുങ്ങല്ലൂർ അതെല്ലാം നമുക്കെല്ലാം അറിയാം. മുരജിപത്തനം എന്ന് പരാമർശിക്കുന്നത് വാൽമീകി രാമായണത്തിലാണ്. വാൽമീകി രാമായണത്തിൽ മുരജിപത്തനം എന്ന് പരാമർശിക്കുന്ന കേരളത്തിലെ സ്ഥലം കൊടുങ്ങല്ലൂർ. ഇനി മുയിരിക്കോട് നോക്കൂ മക്കളെ. ജൂതശാസനത്തിൽ മുയിരിക്കോട് എന്ന് പരാമർശിച്ചിരിക്കുന്നു കൊടുങ്ങല്ലൂരിനെ, മഹോദയപുരത്തെ. മുയിരിക്കോട് എന്ന് പറയുന്നത് ഇതിനകത്ത് ജൂതശാസനത്തിൽ. ശാസനങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താടാ നീ പഠിക്കാത്തത്? ശാസിച്ചിരിക്കുന്നു നിന്നെ. ആ ശാസനമല്ല, നാടുവാഴികൾ രാജാക്കന്മാർ പ്രഭുക്കന്മാർക്കും ഇതര സമുദായക്കാർക്കും അവകാശാധികാരങ്ങൾ നൽകുന്ന പ്രമാണമാണ്, ഡോക്യുമെൻ്റാണ്. മരത്തിൻ്റെ തോലിൽ എഴുതിയതുകൊണ്ട് ചെമ്പ് തകിടിൽ എഴുതി കൊടുക്കും. ശാസനങ്ങൾ കോപ്പർ പ്ലേറ്റുകൾ, അവയാണ് ശാസനങ്ങൾ. അവകാശാധികാരങ്ങൾ നൽകുന്ന ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന എന്താ? വാൽമീകി രാമായണത്തിൽ മുരജിപത്തനമെന്നും ജൂതശാസനത്തിൽ മുയിരിക്കോടെന്നും തമിഴ് കൃതികളിൽ മുച്ചിറി എന്നും. ക്ലിയർ ആണോ? കൊടുങ്ങല്ലൂരിൻ്റെ ആദ്യകാല പേരുകൾ എന്തൊക്കെയാ? മുസിരിസ്, മുരജിപത്തനം, മുയിരിക്കോട്, മുച്ചിറി. ഇനി ഓരോ പേരുകൾ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വാൽമീകി രാമായണത്തിൽ ഏതാ പേര്? മുരജിപത്തനം. ജൂതശാസനത്തിൽ ഏതാ പേര്? മുയിരിക്കോട്. തമിഴ് കൃതികൾ ഏതാ പേര്? മുച്ചിറി. ക്ലിയർ? കൊച്ചി രാജവംശം ഉൾപ്പെട്ട സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചി രാജ്യത്തിൻ്റെ രാജാക്കന്മാർ അറിയപ്പെടുന്ന സ്ഥാനപ്പേര് കോവിലധികാരികൾ അല്ലെങ്കിൽ കോയിലധികാരികൾ. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ കൊച്ചി രാജവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനം ചിത്രകൂടം, പിന്നീട് മഹോദയപുരം, പിന്നീട് കൊച്ചി. കൊച്ചി ആവാനുണ്ടായ കാരണം 1341 പെരിയാർ വെള്ളപ്പൊക്കം. ഓക്കെ, നോക്കൂ, ചോദിച്ച ചോദ്യമാണ്. പോർച്ചുഗീസ് കപ്പിത്താൻ പെഡ്രോ അൽവാരിസ് കബ്രാൾ കൊച്ചിയിൽ വരുമ്പോൾ കൊച്ചി രാജാവ് ഉണ്ണിരാമക്കോയിൽ ഒന്നാമൻ പഠിച്ചു വെച്ചു. യൂറോപ്യന്മാരുടെ ആഗമനം നിങ്ങൾക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കബ്രാൾ വന്ന കാലഘട്ടം നിങ്ങൾക്കറിയാം. ആ കബ്രാൾ കൊച്ചിയിൽ വരുമ്പോൾ കൊച്ചിയുടെ ഭരണാധികാരി ആരെന്നും ആ അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ കേട്ടോ, ഉണ്ണിരാമക്കോയിൽ ഒന്നാമൻ. ക്ലിയർ? മനസ്സിലാക്കിയല്ലോ?
അങ്ങനെ കൊച്ചിയിൽ ആധിപത്യം ഉറപ്പിച്ച പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനിച്ചതാണ് മട്ടാഞ്ചേരി കൊട്ടാരം. മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചതാരാ? പോർച്ചുഗീസുകാർ. ഈ മട്ടാഞ്ചേരി കൊട്ടാരം എന്തു ചെയ്യുന്നു? ഡച്ചുകാർ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അത് പുതുക്കി പണിതു. അതുകൊണ്ട് അത് ഡച്ച് കൊട്ടാരം. ഇനി ചോദിക്കുന്നത് എങ്ങനാ? അതും യൂറോപ്യൻ ആഗമനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. യൂറോപ്യൻ ആഗമനം ഞാനല്ല എടുത്തെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ, എന്തായാലും ആരായാലും ഡച്ച് കൊട്ടാരം നിർമ്മിച്ച വിദേശ ശക്തി ഏത്? ബ്രിട്ടീഷ്, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ്. ഡച്ച് കൊട്ടാരം. നമ്മളെ പറ്റിക്കാൻ PSC ഓരോന്ന് ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ബ്രിട്ടീഷും പോർച്ചുഗീസും ഫ്രഞ്ചും ആണെന്ന് ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഡച്ചുകാരെന്ന് അല്ലേ? ആണോ? അല്ല, അതിവിടെ ഉണ്ടല്ലോ ഉത്തരം. മട്ടാഞ്ചേരി കൊട്ടാരം, എറണാകുളത്തെ മട്ടാഞ്ചേരി കൊട്ടാരം പോർച്ചുഗീസുകാർ നിർമ്മിച്ച് വീരകേരളവർമ്മയ്ക്ക് നൽകുന്നു. അത് പിന്നീട് ഡച്ചുകാർ, പോർച്ചുഗീസുകാരെ തോപ്പിച്ച് ഡച്ചുകാർ കൊച്ചിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു അല്ലേ? എന്നിട്ട് ആ മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ചുകാർ പുതുക്കി പണിതപ്പോൾ അത് ഡച്ച് കൊട്ടാരമായി മാറി. അപ്പൊ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. ക്ലിയർ ആണേ? രണ്ട് വസ്തുതകൾ ഓർത്ത് വെക്കാൻ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. കബ്രാൾ കൊച്ചിയിൽ വരുമ്പോൾ കൊച്ചിയിലെ രാജാവ് ഉണ്ണിരാമക്കോയിൽ ഒന്നാമൻ. പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഏത്? ഓപ്ഷനകത്ത് മട്ടാഞ്ചേരി കൊട്ടാരം ഇല്ല. അപ്പൊ എന്തെഴുതണം? എന്ത് ബബിൾ ചെയ്യണം? ഡച്ച് കൊട്ടാരം. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത നോക്കേ. ഉദയംപേരു സുനഹദോസ് നടക്കുമ്പോൾ കൊച്ചി ഭരണാധികാരി. പഠിച്ചിട്ടില്ല? ഉദയംപേരു സുനഹദോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1599 ഉദയംപേരു സുനഹദോസ്, ഉദയംപേരൂർ, എറണാകുളം. ക്ലിയർ? കേരളത്തിലെ ക്രൈസ്തവ മതം രണ്ട് വിഭാഗമായി വിഭജിക്കുവാൻ ഇടയാക്കിയ സംഭവത്തിന് തുടക്കം ഉദയംപേരൂർ സുനഹദോസ് പണ്ഡിത മത സമ്മേളനം. ഡീറ്റെയിൽസ് വേണ്ടാലോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഉദയംപേരൂർ സുനഹദോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എടുത്ത് തരും. അന്ന് ഭരണാധികാരി കേശവരാമവർമ്മ. തമ്മിൽ തിരിഞ്ഞു പോകക്കൂടാതെ കബ്രാൾ വരുമ്പോൾ ഉണ്ണിരാമക്കോയിൽ, സുനഹദോസ് നടക്കുമ്പോൾ കേശവരാമവർമ്മ. ഫീഡ് ചെയ്തേ. ഉദയംപേരൂർ സുനഹദോസിനെ തുടർന്നാണല്ലോ 1600 ഉദയംപേരൂർ സുനഹദോസിനെ തുടർന്നാണല്ലോ ഓത്ത് ഓഫ് കൂനൻ ക്രോസ് നടക്കുന്നത്. കൂനൻ കുരിശ് പ്രതിജ്ഞ. അന്ന് രാജാവ് രാമവർമ്മ. മൂന്ന് പേരെ. കബ്രാൾ വരുമ്പോൾ പറ. ഉദയംപേരൂർ സുനഹദോസ് നടക്കുമ്പോൾ യെസ്. കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുമ്പോൾ 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുമ്പോൾ രാമവർമ്മ. ക്ലിയർ? ദെൻ ചോദിച്ച ചോദ്യം, കൊച്ചി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധര ലക്ഷ്മി. 1656 1658. കൊച്ചി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധര ലക്ഷ്മിയുടെ പീരീഡ് 1656 1658. ക്ലിയർ? ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ചോദിച്ച ചോദ്യം 1663.
മറ്റൊരു തരത്തിൽ ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അറിയാമോ? ഈ അടുത്ത സമയത്ത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത സമയത്ത് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663 ചോദിച്ച് PSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു തരത്തിലൊരു ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഡച്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കേരളത്തിൽ ഡച്ച് ചരിത്രത്തിലെ എഴുതിയേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത്. ഉത്തരം, ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് 1663. ക്ലിയർ? ബേസ്, നമുക്ക് ബേസ് മതി. ക്ലിയർ ആണേ? ഓക്കെ, ശരി. ശക്തൻ തമ്പുരാൻ 1751 മുതൽ 1805 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. ശക്തൻ തമ്പുരാൻ ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ, കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ, സമകാലികനായ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. 3 പോയിന്റ് ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ, കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലത്ത് തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. ഇത് തിരിച്ചിട്ട് PSC ചോദിച്ചു. എങ്ങനാ തിരിച്ച്? ധർമ്മരാജയുടെ സമകാലികനായ കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ. ഓക്കെ. ശക്തൻ തമ്പുരാന്റെ കാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ട പേരാണ് കോവിലകത്തും വാതുക്കൽ. കൊച്ചിയിലെ താലൂക്കുകൾ കോവിലകത്തും വാതുക്കൽ. അപ്പോ തിരുവിതാംകൂർ താലൂക്കോ? ട്രാവൻകൂർ താലൂക്ക്. തിരുവിതാംകൂർ പഠിച്ചിട്ടുണ്ടാവണല്ലോ, സെക്രട്ടറി അസിസ്റ്റന്റല്ലോ. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള രാജാക്കന്മാർ, ഭരണപരിഷ്കാരങ്ങൾ. മണ്ഡപത്തും വാതുക്കൽ. ക്ലിയർ അല്ലേ? അപ്പൊ കൊച്ചിയിലെ താലൂക്ക് കോവിലകത്തും വാതുക്കൽ, തിരുവിതാംകൂറിലെ താലൂക്കുകൾ മണ്ഡപത്തും വാതുക്കൽ. കൊച്ചിയിലെ ഏറ്റവും ചെറിയ ഭരണഘടകം ഗ്രാമം. കൊച്ചിയിലെ ഏറ്റവും ചെറിയ ഭരണഘടകം ഗ്രാമമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആധുനിക കൊച്ചിയുടെ സ്ഥാപകനാണ്, കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മയാണ്, ധർമ്മരാജ സമകാലികനാണ്. ക്ലിയർ? ആ ശക്തൻ തമ്പുരാന്റെ കാലത്താണ് വടക്കുംനാഥ ക്ഷേത്രം, പെരുമനം ക്ഷേത്രം, തിരുവല്ലുവാമല ക്ഷേത്രം എന്നിവ സർക്കാർ നിയന്ത്രണത്തിലാക്കുന്നു. പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങൾ: വടക്കുംനാഥ, പെരുമന, തിരുവല്ലുവാമല. അതോടൊപ്പം കൂടൽമാണിക്യ ക്ഷേത്രവും തിരുവഞ്ചിക്കുളം ക്ഷേത്രവും പുതുക്കി പണിതു ശക്തൻ തമ്പുരാൻ. വടക്കുംനാഥ ക്ഷേത്രം, പെരുമന ക്ഷേത്രം, തിരുവല്ലുവാമല ക്ഷേത്രം എന്നിവ നിർമ്മിച്ചു. ഏതൊക്കെയാ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ? വടക്കുംനാഥ ക്ഷേത്രം, പെരുമാന ക്ഷേത്രം, വടക്കുംനാഥ, പെരുമന, ഏതൊക്കെയാ? കണ്ണടച്ച് പറഞ്ഞേ, ഏതൊക്കെയാ? വടക്കുംനാഥ, പെരുമനം, തിരുവല്ലുവാമല. ഓക്കെ. പുതുക്കി പണിഞ്ഞ ക്ഷേത്രം ഏതൊക്കെയാ? കുടൽമാണിക്യം, തിരുവഞ്ചിക്കുളം. കുടൽമാണിക്യം, തിരുവഞ്ചിക്കുളം. തൃശ്ശൂർക്കാരിനകത്തുണ്ടല്ലോ, ഓർമ്മിച്ചോ? ക്ലിയർ? കുഴപ്പമില്ലേ? പോകാമേ? പോകാം. ഇതും അപ്പുറത്ത് വരണ്ടായിരുന്നു. ഏതാ? ശക്തൻ തമ്പുരാൻ്റെ വിശദീകരണം പറയുമ്പോഴേ, തൃശ്ശൂർ പട്ടണത്തിൻ്റെ ശില്പി, തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ്, ശക്തൻ തമ്പുരാൻ്റെ ആദ്യ തലസ്ഥാനം തൃപ്പൂണിത്തറ, തൃശ്ശൂർ. തൃപ്പൂണിത്തറ ഹിൽ പാലസ് ആസ്ഥാനമാക്കി അദ്ദേഹം ആദ്യത്തേത് കേട്ടോ. ഹിൽ പാലസ്, തൃപ്പൂണിത്തറ ഹിൽ പാലസ്. അപ്പൊ ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ, കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ, പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ സ്ഥാപകൻ, തൃശ്ശൂർ നഗരത്തിന്റെ, പട്ടണത്തിന്റെ ശില്പി
അദ്ദേഹത്തിന്റെ സമകാലികനായ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. തിരുവിതാംകൂറിലെ രണ്ടാമത്തെ രാജാവ് ധർമ്മരാജ. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജ. ശക്തൻ തമ്പുരാന്റെ ആദ്യ തലസ്ഥാനം തൃപ്പൂണിത്തറ. ആ കൊട്ടാരമാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ്. തൃപ്പൂണിത്തറ ഹിൽ പാലസിന് പ്രത്യേകത ഉണ്ട്. എന്തുവാ? എന്തരാ? എന്തുട്ടാ? എന്തേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുരാവസ്തു എന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ അല്ലല്ല, പുരാവസ്തു നാണയശേഖരമുള്ള മ്യൂസിയം കൂടിയാണത്. ഏറ്റവും കൂടുതൽ നാണയശേഖരം, പുരാവസ്തു അല്ലേ പുരാവസ്തു നാണയശേഖരമുള്ള മ്യൂസിയം കൂടിയാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ്. വേറെ ഏതെങ്കിലും വാക്ക് വരികയാണെങ്കിൽ വെച്ചോ. അപ്പോൾ ആദ്യ തലസ്ഥാനം തൃപ്പൂണിത്തറ, പിന്നീട് തൃശ്ശൂർ. ഇതേപോലെ മഹോദയപുരം അല്ലേ, ചിത്രകൂടം, മഹോദയപുരം, കൊച്ചി. താണ്ടേ ഇതിൽ ഒരെണ്ണവും കളയാനില്ല. എല്ലിൻ്റെ ഒരു കഷ്ണം പോലും, മാംസവും എല്ലും ഉൾപ്പെടെ തിന്നോണം. ചവച്ചരച്ച് എല്ലുൾപ്പെടെ തിന്നണം. ഒന്നും കളയാനില്ല, ഒന്നുമില്ല. വേറെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. പക്ക സാധനം, പക്ക ഒറിജിനൽ സാധനം. ഒന്നും കളയരുത്. അത് പോട്ടെ, അത് കൊള്ളത്തില്ല എന്നൊന്നും കാണാൻ ഏതെങ്കിലും ഒരെണ്ണം വിചാരിച്ച ഓർത്തോ. ഇതെല്ലാം കേട്ടതിന് ശേഷമേ, നമ്മുടെ ടോപ്പിക്ക് മൊത്തം കേട്ട ശേഷം പരീക്ഷാ ഹാളിൽ ഇരുന്ന് എന്നെ സ്മരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ 1:30 കിട്ടുന്നു, 2 മണിക്ക് നമ്മൾ എഴുതി അങ്ങോട്ട് തുടങ്ങുമ്പോൾ, ബബിൾ ചെയ്ത് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരു 10, 20, 25 ക്വസ്റ്റ്യൻ അങ്ങോട്ടാകുമ്പോൾ ക്വസ്റ്റ്യൻ കോഡിൽ വ്യത്യാസം സംഭവിക്കും. ചിലർക്ക് 25 ചിലർക്ക് 45 വ്യത്യാസം സംഭവിക്കും. എന്നെ സ്മരിക്കും. ലവൻ പറഞ്ഞത് സംഭവിക്കട്ടെ. സാറിൻ്റെ നാക്ക് പൊന്നാവട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. കൊച്ചി നാട്ടുരാജ്യം ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച വർഷം 1791. പഠിച്ചു വെച്ചോ. കയ്യിന്നു പോകരുത്. കൊച്ചി നാട്ടുരാജ്യം ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച വർഷം 1791. ഉദ്യോഗാർത്ഥികളെ എന്തോ തിരുവിതാംകൂർ 1795, മലബാർ 1792, 91 കൊച്ചി, 92 മലബാർ, 95 തിരുവിതാംകൂർ. എങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച 3 നാട്ടുരാജ്യങ്ങൾ, നമ്മുടെ 3 നാട്ടുരാജ്യങ്ങൾ: കൊച്ചി 791, മലബാർ 792, തിരുവിതാംകൂർ 795. പോകരുത്, കയ്യിൽ നിന്ന് പോകരുത്. മെമ്മറിയിൽ ഫീഡ് ചെയ്തോ. 791 കൊച്ചി നാട്ടുരാജ്യം ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചു. ആ ബ്രിട്ടീഷുകാർ കൊച്ചി നാട്ടുരാജ്യത്തെ മദ്രാസിന്റെ ഭാഗമാക്കി 1800. മലബാറിന്റെ ചരിത്രം ഇനി വരുന്നുണ്ട്. ഞാൻ അന്നേരം ഡീറ്റെയിൽസ് പറയാം കേട്ടോ. 1 മാർക്ക് മലബാറിൽ നിന്ന് കിട്ടും. 1 മാർക്ക് മലബാറിൽ നിന്ന് കിട്ടും. ക്ലിയർ? ശരി. അപ്പോൾ കേട്ടെ. കൊച്ചി നാട്ടുരാജ്യം ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച വർഷം 791, മലബാർ 792, തിരുവിതാംകൂർ 795. ഇനി കൊച്ചി നാട്ടുരാജ്യം മദ്രാസിന്റെ ഭാഗമാക്കിയ വർഷം, ബ്രിട്ടീഷുകാർ മദ്രാസിന്റെ ഭാഗമാക്കി. മദ്രാസ് ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാ. അപ്പോൾ ഭരണം അങ്ങോട്ട് കൊടുത്തു. 1800. അത് തന്നെ മലബാറിനും. 1792 മലബാർ കിട്ടുന്നു ബ്രിട്ടീഷുകാർക്ക്, 800 മദ്രാസിന് കൊടുക്കുന്നു ഭരിക്കാൻ. അതേപോലെ 800 കൊച്ചിയും കൊടുത്തു. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ.
ആരുമായിട്ട് ചേർന്ന്? അതാണ് അടുത്ത ചോദ്യം. ആരുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ ആരുമായി ചേർന്ന്? പറ, ആരുമായി ചേർന്ന്? വേലുത്തമ്പി ദളവയുമായി. അങ്ങനെ വേലുത്തമ്പിയുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആ പാലിയത്തച്ഛൻ ഏത് പാലിയത്തച്ഛനാ? യെസ്, ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക, പാലിയത്ത് കുടുംബക്കാരാണ് കൊച്ചി രാജവംശത്തിലെ പ്രധാനമന്ത്രിമാർ. ഒരു കുടുംബാംഗമായ ഒരു പാലിയത്തച്ഛൻ മാറുമ്പോൾ അടുത്ത പാലിയത്തച്ഛൻ വരും. വേലുത്തമ്പിയുമായി ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛൻ ഗോവിന്ദൻ പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചിയിലെ പ്രധാനമന്ത്രി ഗോവിന്ദൻ പാലിയത്തച്ഛൻ. അങ്ങനെ വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും കലാപം. വേലുത്തമ്പി ആത്മഹത്യ ചെയ്യുന്നു അല്ലേ? വേലുത്തമ്പിയുടെ മൃതശരീരം തൂക്കിലേറ്റുന്നു. ചട്ടമ്പി അദ്ദേഹം ജനിച്ച സ്ഥലത്ത് കൊണ്ടുവന്നു തൂക്കിലേറ്റുന്നു. പാലിയത്തച്ഛനെ പിടികൂടി എന്ത് ചെയ്യുന്നു? മദ്രാസിലേക്ക് നാട് കടത്തുന്നു. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയ സ്ഥലം മദ്രാസ്. ക്ലിയർ? 47 ഐക്യകേരള പ്രസ്ഥാനം. ഐക്യകേരള പ്രസ്ഥാനം കേരള സംസ്ഥാന രൂപീകരണം എടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐക്യകേരള സമ്മേളനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുന്നേറ്റങ്ങൾ. അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അധ്യാപകരെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആറ്റുകലാമം, അഞ്ചുകലാമം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള മുന്നേറ്റങ്ങൾ ആ തലക്കെട്ടില. എന്താ പോട്ടെ, ഇവിടെ ഏതാ ദേശീയ പ്രസ്ഥാനത്തിലെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ പഠിക്കുമ്പോഴേ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, പിന്നെ KPCC രൂപീകരിക്കുന്നു, KPCCയുടെ സമ്മേളനം, അത് കഴിഞ്ഞ് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ കേരള സംസ്ഥാന രൂപീകരണ ഐക്യകേരള സമ്മേളനങ്ങൾ. അതിൽ ഒരു സമ്മേളനമാണ് 47 തൃശ്ശൂർ ഐക്യകേരള സമ്മേളനം. എടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്കത് ലോഡ് ചെയ്തിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കമൻറ്റ് ചെയ്യാൻ പറയുമ്പോഴേ അത് നിങ്ങളെ സൈഡിൽ പേപ്പർ കയ്യിലുണ്ടല്ലോ, പേപ്പർ ബുക്കോ കയ്യിലുണ്ടോ? സൈഡിൽ എഴുതിയിട്ടല്ലോ ഇന്ന സാധനം എടുത്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യണം എന്ന് എഴുതിയിടുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ലോകകാര്യങ്ങൾ മുഴുവൻ നമ്മുടെ തലയിൽ കൂടെ അല്ലേ പോകുന്നത്? വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുടുംബത്തെ കാര്യം നോക്കണം, അച്ഛൻ്റെ, ചേട്ടൻ്റെ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, മക്കളുമാര് അല്ലേ? എല്ലാ കാര്യങ്ങളും നോക്കുക. അത്രയും ടെൻഷൻ. പിന്നെ നമ്മളെ പഠന കാര്യം, ഇതെല്ലാം നമ്മൾ നോക്കണ്ടേ? ഇതെല്ലാത്തിനും ഒറ്റ ഒരാളേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ തലയിൽ കൂടെ. അതുകൊണ്ട് സ്വാഭാവികമായും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കമൻറ്റ് എന്ന ഭാഗത്ത് ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്യണം എന്ന് തന്നെ എഴുതിയിടുക. പിന്നെ എപ്പോഴെങ്കിലും അത് മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ പിന്നെ ക്ലാസ് പിന്നെ നോക്കുമ്പോഴും കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ സാധനം നോക്കിക്കോളും. വരെ ഇവിടെ 47 തൃശ്ശൂർ ഐക്യകേരള സമ്മേളനത്തിൽ പങ്കെടുത്ത കൊച്ചി രാജ. അപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യേണ്ടത് എന്തുവാ? ഐക്യകേരള പ്രസ്ഥാനം എടുത്തിട്ടുണ്ടോ? പിന്നെന്താ? ദേശീയ പ്രസ്ഥാനത്തിന് മുന്നേറ്റം, കേരളത്തിലെ ദേശീയ പ്രസ്ഥാന മുന്നേറ്റങ്ങൾ. തൃശ്ശൂർ ഐക്യകേരള സമ്മേളനത്തിൽ പങ്കെടുത്ത കൊച്ചി രാജാവ് കേരളവർമ്മ. 47 തൃശ്ശൂർ ഐക്യകേരള സമ്മേളനത്തിൽ പങ്കെടുത്ത കൊച്ചി രാജാവ് കേരളവർമ്മ. എന്നാൽ കൊച്ചിയിലെ അവസാന രാജാവ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. ആ രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ ഇരിക്കുമ്പോഴാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത്. 48-49 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുമ്പോൾ രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. അപ്പോൾ കൊച്ചിയിലെ അവസാന രാജാവ് രാമവർമ്മ പക്ഷേ 47 തൃശ്ശൂർ ഐക്യകേരള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊച്ചി രാജാവാണ്. ആലുവ സമ്മേളനത്തിൽ, ആലുവ ഐക്യകേരള സമ്മേളനത്തിൽ പങ്കെടുത്ത കൊച്ചി രാജാവ്. ശരി, വരും കേരളവർമ്മ. ഓക്കെ, അല്ല രാമവർമ്മ പരീക്ഷ തമ്പുരാൻ. 47 തൃശ്ശൂർ ഐക്യകേരള സമ്മേളനത്തിൽ കേരളവർമ്മ. പിന്നെ ആലുവ സമ്മേളനത്തിൽ
ഈ അവസാന രാജാവ് രാമവർമ്മ പരീക്ഷ തമ്പുരാൻ. കേരള പ്രസ്ഥാനം എടുത്തിട്ടുണ്ടാവും. കേരള സംസ്ഥാന രൂപീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കേരള സംസ്ഥാനം രൂപീകരണം ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൊച്ചിയിൽ ആരായിരുന്നു, തിരുവിതാംകൂറിൽ ആരായിരുന്നു, മദ്രാസിൽ അതിനുമുമ്പ് ആരായിരുന്നു, ഈ ഒരു ചാർട്ടായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒന്ന് ചെക്ക് ചെയ്തേരെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പേജ് കളയല്ലേ, ഈ പേജ് ഓർത്ത് വെച്ചേക്കണേ. എപ്പോഴും ഉപയോഗിക്കാം, എപ്പോഴും. 10th ഉപയോഗിക്കാം, ഡിഗ്രി തലം വരെ ഉപയോഗിക്കാം, HSST ഉപയോഗിക്കാം, എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗിക്കാം. പഠിച്ചേ? ശരി. കൊച്ചിയിലെ അതാ ഞാൻ വളരെ ചുരുക്കി ആറ്റി കുറുക്കി എടുത്തു വെച്ചിട്ട് മാത്രം മതി. കൊച്ചിയിലെ പ്രധാന ദിവാൻമാർ: കേണൽ മൺറോ. കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോ എന്തൊക്കെ ചെയ്തു? നീതിന്യായ അധികാരം കാര്യക്കാരിൽ നിന്നും എടുത്തു മാറ്റി. കാര്യക്കാർ തഹസിൽദാർ. അപ്പൊ ഭരണപരമായ കാര്യങ്ങളും നീതി കാര്യങ്ങളും നിർവഹണവും നീതിയും, നീതിന്യായം, ജഡ്ജി, തഹസിൽദാർ തന്നെ ജഡ്ജിയാ, അതങ്ങ് എടുത്തു മാറ്റി. കാര്യക്കാർക്ക് ഇനി തഹസിൽദാർ എന്ന പദവി അല്ല, കാര്യക്കാർക്ക് ഇനി ജഡ്ജിയുടെ പദവിയില്ല. നീതി ന്യായമൊന്നും ശിക്ഷയൊന്നും വിധിക്കാനുള്ള അധികാരമില്ല. ഠാണാദാർമാർ എന്ന പോലീസ് സേനയെ സംഘടിപ്പിച്ചു. അപ്പൊ കൊച്ചിയിലെ പോലീസ് സേന ഠാണാദാർമാർ. ചോദിക്കട്ടെ, തിരുവിതാംകൂറിലെ പോലീസ് സേനയുടെ പേര്, ആദ്യകാലത്ത് തിരുവിതാംകൂർ പോലീസ് സേനയുടെ പേര് കമന്റ് ചെയ്യാമോ? അയ്യോ, ലൈവ് ആയിരുന്നു, ഇപ്പൊ കമന്റ് ചെയ്യിപ്പിക്കായിരുന്നു. അന്നേരം അറിയാം ഓരോരുത്തരുടെ അവസ്ഥ. ഓക്കെ, പറയാൻ പറ്റുന്നവരുണ്ടാവും. പറ. തിരുവിതാംകൂറിലെ പോലീസ് സേനയുടെ പേര് കാവൽ. ആരാ കൊണ്ടുവന്നേ? കാവൽ സേന രൂപീകരിച്ച ദിവാൻ. കാവൽ സേന രൂപീകരിച്ച ദിവാൻ വേഗം പറ. കാവൽ സേന രൂപീകരിച്ച ദിവാൻ ഉമ്മിണിത്തമ്പി ദളവ. ഇവിടെ എന്താ? ഠാണാദാർമാർ എന്ന പേരിൽ പോലീസ് സേന സംഘടിപ്പിച്ചു. എറണാകുളത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. എറണാകുളത്ത് ഹജൂർ കച്ചേരി കേണൽ മൺറോ. കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോ. കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോ. തിരുവിതാംകൂർ ആദ്യ ദിവാൻ അറുമുഖം പിള്ള. തിരുവിതാംകൂർ ആദ്യ ദിവാൻ അറുമുഖം പിള്ള. എഴുതുന്നുണ്ടോ? തിരുവിതാംകൂർ ആദ്യ ദിവാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ടാ തിരുവിതാംകൂർ ആദ്യ ദിവാൻ അറുമുഖം പിള്ള. എന്നാൽ തിരുവിതാംകൂറിൽ ദിവാൻ എന്ന പോസ്റ്റിൽ വരുന്ന ആദ്യത്തെ വ്യക്തി രാജാ കേശവദാസ്. ആദ്യം ദിവാൻ എന്ന പോസ്റ്റ് ഇല്ല, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ആ പദവിയില്ല. നമ്മൾ LD ക്ലർക്ക്, സൂപ്രണ്ട് എന്നൊരു പോസ്റ്റ്, ആ പദവിയില്ലേ, പേര്, അതില്ലായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ അറുമുഖം പിള്ളയെ ആദ്യ ദിവാനായി പരിഗണിക്കുന്നു. എന്നാൽ ആ പേരിൽ ദിവാൻ എന്ന പോസ്റ്റിൽ വരുന്ന ആദ്യത്തെ വ്യക്തി രാജാ കേശവദാസ്. അതേപോലെ കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോയാണ്. അദ്ദേഹം കൊണ്ടുവന്ന പോലീസ് സേനയാണ് ഠാണാദാർമാർ. തിരുവിതാംകൂറിൽ പോലീസ് സേനയുടെ പേര് കാവലാണ്. അത് കൊണ്ടുവന്നത് ഉമ്മിണിത്തമ്പി ദളവയാണ്. വേലുത്തമ്പിക്ക് ശേഷം ഉമ്മിണിത്തമ്പി. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കൊണ്ടുവന്നു. അത് ഇദ്ദേഹം തന്നെയാണ് തിരുവിതാംകൂറിലും കൊണ്ടുവന്നത്. ഓഡിറ്റ് ആൻഡ് വരവ് ചെലവ് കണക്കുകളെല്ലാം എഴുതി കൃത്യമാക്കാൻ. വൻകിട ദേവസ്വങ്ങൾ സർക്കാരിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. ഗ്രാമങ്ങളിൽ നാട്ടുഭാഷാ വിദ്യാലയം സ്ഥാപിച്ചു. കൊച്ചിയെ ആധുനികവൽക്കരിച്ചത് കേണൽ മൺറോ. തിരുവിതാംകൂറിലും ദിവാനായിരുന്നു. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്നു. റാണി ഗൗരി ലക്ഷ്മിബായി 1810 മുതൽ 15 വരെ തിരുവിതാംകൂറിൽ ഭരിച്ചു. റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്നു കേണൽ മൺറോ. ഓക്കെ, 10-15 812 അദ്ദേഹം അപ്പോൾ എവിടെ ഉണ്ട്? കൊച്ചിയിലെ ദിവാനായിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും ദിവാനായിരുന്നു. എറണാകുളത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. കൊല്ലത്ത് ഹജൂർ കച്ചേരി. കൊല്ലം എവിടാ? തിരുവിതാംകൂർ.
കൊല്ലത്ത് ഹജൂർ കച്ചേരി, വേലുത്തമ്പി ദളവ. ക്ലിയർ? ഫാസ്റ്റ് അല്ലല്ലോ? ഫാസ്റ്റ് കമൻറ്റ്. സലിം ദേഹം ഫാസ്റ്റാണ്. അടുത്ത ദിവാൻ നഞ്ചപ്പയ്യ. തൃശ്ശൂരും എറണാകുളത്തും ജില്ലാ കോടതികൾ ഏർപ്പെടുത്തി. തൃശ്ശൂരും എറണാകുളത്തും ജില്ലാ കോടതികൾ ഏർപ്പെടുത്തി. മൺട്രോ കൊണ്ടുവന്ന ഹജൂർ കച്ചേരിക്ക് പകരം അപ്പീൽ കോടതി, ഉയർന്ന കോടതി ആരംഭിച്ചു. അപ്പീൽ കൊടുക്കാനുള്ള കോടതി ആരംഭിച്ചു. നിയമവകുപ്പ് പുനഃസംഘടിപ്പിച്ചു. കാര്യക്കാരുടെ ഉദ്യോഗസ്ഥ പേര് തഹസിൽദാർ എന്നാക്കി. അവിടെ നമുക്ക് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവിതാംകൂറിൽ കാര്യക്കാർ എന്ന പോസ്റ്റ് തഹസിൽദാർ ആക്കുന്നത് മൺട്രോയാണ്. എന്നാൽ കൊച്ചിയിൽ നഞ്ചപ്പയ്യാണ്. തിരുവിതാംകൂറിൽ കാര്യക്കാർ എന്ന പേര് തഹസിൽദാർ എന്നാക്കുന്നത് തിരുവിതാംകൂറിൽ മൺട്രോയും കൊച്ചിയിൽ നഞ്ചപ്പയ്യയും. ഓക്കെ. പാശ്ചാത്യ മാതൃകയിലെ വൈദ്യ സമ്പ്രദായം നടപ്പിലാക്കി. ഗോവസൂരി പ്രയോഗം സംസ്ഥാനത്തിന്റെ നയമാക്കി. ഗോവസൂരി പ്രയോഗം പ്രതിരോധ കുത്തിവയ്പ്. അതിനാണ് ഈ ഗോവസൂരി പ്രയോഗം എന്ന്. വസൂരിക്കെതിരായിട്ട് പ്രതിരോധ കുത്തിവയ്പ്. അടിമകളെ യജമാനന്മാർ ധരിക്കുന്നതല്ല ദണ്ഡിക്കുക എന്ന കൊടുത്തിരുന്നത്. ദണ്ഡിക്കുക, മർദ്ദിക്കുന്നത് നിരോധിച്ചുകൊണ്ട് 820 വിളംബരം പുറപ്പെടുവിച്ചു നഞ്ചപ്പയ്യ. പുത്തൻ എന്ന നാണയം. അപ്പൊ കൊച്ചിയിലെ നാണയം പുത്തൻ കൊണ്ടുവന്ന് നഞ്ചപ്പയ്യ. പുത്തൻ നഞ്ചപ്പയ്യ കൊച്ചി പുത്തൻ, നഞ്ചപ്പയ്യ കൊച്ചി നഞ്ചപ്പയ്യ പുത്തൻ. തിരുവിതാംകൂർ നാണയങ്ങൾ. കൊല്ലൂപ്പം തിരുവിതാംകൂർ നാണയങ്ങൾ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ടോപ്പിക്ക്. ഇപ്പം തിരുവിതാംകൂർ 12 രാജാക്കന്മാരും ഭരണപരിഷ്കാരങ്ങളും നിങ്ങളെടുക്കെ പഠിക്കാൻ പറയുന്നു. പഠിച്ചതിന് ശേഷം ഒരു ലൈവ് ഇടാൻ പറയുന്നു. ഞാൻ ഇതേപോലെ സ്റ്റേറ്റ്മെൻ്റ് എഴുതുന്നു, അഡീഷണൽ കാര്യങ്ങൾ പറയുന്നു, നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുന്നു. കാരണം സജസ്റ്റ് ചെയ്യുന്നു. സമയം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സാർ പരിശോധിക്കാതെ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ പറഞ്ഞേ? പുത്തൻ. ചോദ്യം വന്നില്ലല്ലേ? തിരുവിതാംകൂർ നാണയങ്ങൾ അനന്ത രായൻ പണം, അനന്ത വരാഹം. അപ്പോൾ കൊച്ചിയിലെ നാണയം പുത്തൻ. മട്ടാഞ്ചേരിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാനും ചികിത്സാലയം ആരംഭിക്കാനും റവറൻഡ് ജെ ഡാസന് അനുമതി നൽകി. എന്തൊക്കെയാ? മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ, അതുപോലെ ഒരു ആശുപത്രിയും ഒരു ചികിത്സാലയം ആരംഭിക്കാൻ റവറൻഡ് ജെ ഡൗസൻ. ഡൗസനായാലും ദാസനായാലും ദാസൻ ആവരുത്. ഡൗസൻ അനുമതി നൽകി. നഞ്ചപ്പയ്യ അടുത്ത ദിവാനായിട്ട് വന്നു. ഹജൂർ കച്ചേരിക്ക് പകരം അപ്പീൽ കോടതി ആരംഭിച്ചു. നിയമവകുപ്പ് പുനഃസംഘടിപ്പിച്ചു. കാര്യക്കാർ ഉദ്യോഗ പേര് തഹസിൽദാർ. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ തിരുവിതാംകൂറിൽ കാര്യക്കാർ എന്ന പോസ്റ്റ് മാറ്റി തഹസിൽദാർ എന്ന പോസ്റ്റ് ആക്കിയത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിൽ കൊച്ചിയിൽ അത് നഞ്ചപ്പയ്യാണ്. തിരുവിതാംകൂറിലെ നാണയങ്ങൾ അനന്തരായൻ പണവും അനന്തവരാഹവുമാണ്. കൊച്ചിയിലെ നാണയം പുത്തൻ എന്നതാണ്. വെങ്കട സുബ്ബയ്യ. എല്ലാ ദിവാന്മാരെയും കറക്റ്റ് ഓർഡർ ഇവിടെ തന്നിട്ടില്ല. പ്രധാനപ്പെട്ട ദിവാന്മാരെ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. വായു വലിക്കണ്ട, കൊച്ചി രാജ്യം ഇട്ട് കേട്ടോ. മലബാറിലും ഞാൻ പറയുന്ന സാധനം നോക്കിക്കൊണ്ട് പോയാൽ മതി കേട്ടോ. മതിയുടെ ധൈര്യമായിട്ട് പോവോ. ബാക്കി നിങ്ങൾ നോക്കാവോ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കിട്ടുമോ? ഉറപ്പിച്ചോ? കിട്ടാൻ സാധ്യതയുണ്ടോ? ഒന്നുകൂടെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൽ മനോഹരമായി മുഴുവൻ മാർക്കും ഇംഗ്ലീഷിലും മാത്സിലും മലയാളത്തിലും പിടിക്കാൻ പറ്റുമോ?
ആ പടത്തിലെ ഡയലോഗ് ഉണ്ടല്ലോ, മറന്നുമില്ല പടത്തിലെ പോട്ടെ. വെങ്കട സുബ്ബയ്യ. കൊച്ചിയിലെ നീതിന്യായ നിർവഹണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ തുല്യമാക്കി 4 വ്യവസ്ഥാ നിയമങ്ങൾ കൊണ്ടുവന്നു. റെഗുലേഷൻസ് ആക്ടിൻ്റെ മലയാളമാണ് വ്യവസ്ഥാ നിയമങ്ങൾ. 4 നിയമങ്ങൾ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് പോലെ ഇവിടെ നടപ്പിലാക്കാൻ. എറണാകുളത്തും തൃശ്ശൂരും കൃഷിത്തോട്ടങ്ങൾ ആരംഭിച്ചു. അപ്പോൾ കൊച്ചിയിലെ നീതിന്യായ നിർവഹണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിന്ന് തുല്യമാക്കിയ ദിവാനാര്? വെങ്കട സുബ്ബയ്യ. എറണാകുളത്തും തൃശ്ശൂരും കൃഷിത്തോട്ടങ്ങൾ ആരംഭിച്ചു അല്ലേ? ഓക്കെ. ശങ്കരവാര്യർ. കമ്മി ബജറ്റ് മിക്ക ബജറ്റാക്കി. മിച്ച ബജറ്റാക്കി. കമ്മി ബജറ്റ് മിച്ച ബജറ്റാക്കി. റോഡുകളും പാലങ്ങളും തോടുകളും നിർമ്മിച്ചു. അടിമ സമ്പ്രദായം നിർത്തലാക്കി 854. അടിമ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അടിമ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് വിളംബരം 1854 ശങ്കരവാര്യർ. കൊച്ചിയിൽ അടിമ വ്യാപാരം നിർത്തലാക്കി 1854 ശങ്കരവാര്യർ. കൊച്ചിയിൽ ശങ്കരവാര്യർ അല്ലേ? ആണേ, കൊച്ചിയിൽ ശങ്കരവാര്യർ അല്ലേ? കൊച്ചിയിൽ ശങ്കരവാര്യർ അല്ലേ? യജമാനന്മാർ അടിമകളെ മർദ്ദിക്കുന്നത് നിരോധിച്ചത് 821 നഞ്ചപ്പയ്യ. ഇവിടെ തിരിഞ്ഞു പോകാതിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിരോധിച്ചത് റാണി 1812 റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിരോധിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായി എങ്കിൽ ഇവിടെ ശങ്കരവാര്യർ 854. തിരുവിതാംകൂറിൽ 1812 ഡിസംബർ 5. തിരുവിതാംകൂറിൽ റാണി ഗൗരി ലക്ഷ്മിബായി 1812 ഡിസംബർ 5. 1812 ഡിസംബർ 5 തിരുവിതാംകൂറിൽ റാണി ഗൗരി ലക്ഷ്മിബായി എങ്കിൽ 1854 ശങ്കരവാര്യർ കൊച്ചിയിൽ. ഇനി 45 ആ 854 മുമ്പ് വരേണ്ടായിരുന്നു ഈ പോയിന്റ് കേട്ടോ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. 845 854 കേട്ടോ. എലിമെന്ററി ഇംഗ്ലീഷ് സ്കൂൾ, ഇന്നത്തെ മഹാരാജാസ് കോളേജ് എറണാകുളം. 1845 ഇന്നത്തെ മഹാരാജാസ് കോളേജിന് തുടക്കമായ എലിമെന്ററി സ്കൂൾ സ്ഥാപിച്ച ദിവാൻ ശങ്കരവാര്യർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ? പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രധാനപ്പെട്ട മാത്രം. കാച്ചിക്കുറിക്ക സാധനമാണ് ശങ്കുണ്ണി മേനോൻ. വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും പരീക്ഷാ യോഗ്യത നിശ്ചയിച്ചു. മറ്റങ്ങനെ ഇല്ല. നിലവിലിരിക്കുന്ന രാജാവിനോ അല്ലെങ്കിൽ ദിവാനോ അവരെ ബന്ധുമിത്രാദികൾ എവിടെയെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് വക്കീലോ ജഡ്ജിയോ ഒക്കെ ആക്കുമായിരുന്നു. 865 മരാമത്ത് വകുപ്പ് ആരംഭിച്ചു. 805 മരാമത്ത് വകുപ്പ് കൊച്ചിയിൽ ശങ്കുണ്ണി മേനോൻ. ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായവും അടിമകളുടെ ക്രയവിക്രയവും നിർത്തലാക്കി. 1854 അടിമ വ്യാപാരം നിർത്തലാക്കിയെങ്കിലും അതിങ്ങനെ തുടരും. അതുകൊണ്ട് വീണ്ടും ഇദ്ദേഹം അടിമകളുടെ ക്രയവിക്രയം നിർത്തലാക്കി. അതുപോലെ ഗവൺമെന്റിന് വേണ്ടി അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കി. ഗോവിന്ദ മേനോൻ പഠിച്ചു വെച്ചോ. 1889 പെൺകുട്ടികൾക്കുള്ള ആദ്യ സ്കൂൾ, കൊച്ചിയിലെ ആദ്യത്തെ സ്കൂൾ തൃശ്ശൂരിൽ ആരംഭിച്ചു. 1889 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കൊച്ചിയിലെ ആദ്യ സ്കൂൾ തൃശ്ശൂരിൽ ആരംഭിച്ചു. അതുപോലെ സ്വകാര്യ പഠിച്ചു വെച്ചോ, അതൊരു പോയിന്റ് പഠിച്ചു വെച്ചോ. സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ധനസഹായം നൽകുക, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ട് അനുവദിക്കുക. പഠിച്ചു, അതൊന്ന് നോക്കി വെച്ചോ. ഗോവിന്ദ മേനോൻ. സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് സഹായധനം നൽകുന്നത് ഗോവിന്ദ മേനോൻ.
സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് സഹായധനം നൽകുന്നത് സമ്പ്രദായം ഗോവിന്ദൻ മേനോൻ. ക്ലിയർ? പി രാജഗോപാലാചാരി. പി രാജഗോപാലാചാരി കേൾക്കുമ്പോൾ തന്നെ ഒരു ചുണ്ടിലൊരു മന്ദഹാസം വന്നില്ലേ? ഇച്ചിരി പഠിച്ചിട്ടുള്ളവർക്ക്. കോണിൽ ഷൊർണൂർ എറണാകുളം തീവണ്ടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഷൊർണൂർ എറണാകുളം തീവണ്ടിപ്പാതയുടെ ഒരു ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരും ഉള്ള ഒരു ചീഫ് കോർട്ട് രൂപീകരിക്കപ്പെട്ടു. ഈ ചീഫ് കോർട്ടാണ് പിന്നീട് ഹൈക്കോടതിയായി മാറുന്നത്. അപ്പോൾ അത് ഒരു ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരും. ജയിലുകളുടെ ഭരണം പരിഷ്കരിച്ചു. ഇവിടെ നമുക്ക് ഷൊർണൂർ എറണാകുളം തീവണ്ടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പി രാജഗോപാലാചാരി. 901 വരെ എവിടെ? അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം ഡേറ്റ് ഞാൻ തന്നത് എന്തുകൊണ്ടാണ്? എന്തോ ഒരു സാധനം ഉണ്ട് അതിനകത്തില്ലേ? 896 4 900 5 കൊല്ലം. 901 ശേഷം പിന്നെ ഇദ്ദേഹം എവിടെ ഉണ്ട്? ഈ പി രാജഗോപാലാചാരി തിരുവിതാംകൂറിലുണ്ട്. ആരുടെ കാലത്ത്? ആരാണ് രാജാവ്? ശ്രീമൂലം തിരുനാൾ അല്ലേ? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്തെ ഒരു ദിവാൻ പി രാജഗോപാലാചാര്യ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം ഏതാണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്നാ? 1729 58 58 98 ശരാ 98 810 810 815 815 827 827 947 1846 60 1860 80 ഇപ്പം കിട്ടും. 1800 വെയിറ്റ് 80 85 1885 1924 കിട്ടി. 1924 31 1931 49 885 900 ശ്രീമൂലം തിരുനാൾ. സേതു ലക്ഷ്മിഭായ് 31 49 ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ. 80 85 വിശാഖം തിരുനാൾ. 860 80 ആയില്യം തിരുനാൾ. ഓക്കെ. പോട്ടെ. അപ്പൊ ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത്, ശ്രീമൂലത്തിന്റെ കാലമാണ് 1885 മുതൽ 924 വരെ. 1885 മുതൽ 924 വരെ ശ്രീമൂലം തിരുനാളിന്റെ കാലത്തെ ദിവാനായ പി രാജഗോപാലാചാരി ആണല്ലോ 1900 സെപ്റ്റംബർ 26 1900 വർഷത്തിൽ സെപ്റ്റംബർ 26 തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഒരു പത്രാധിപരെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. പണ്ട് അദ്ദേഹം കൊച്ചിയിലെ ദിവാനായിരുന്നു. കിട്ടിയാ? ശരി. AR ബാനർജി കണ്ടെഴുത്ത് പൂർത്തിയാക്കി. അതെന്തുവാടെ? ഇദ്ദേഹം സ്ഥിരമായി കണ്ടെഴുതുന്ന ആളായിരുന്നു. കൊച്ചിയിലെ ഭൂസർവേ കണ്ടെഴുത്ത് തിരുവിതാംകൂറിൽ കേട്ടെഴുത്ത്. തിരുവിതാംകൂറിൽ ഭൂസർവേ കേട്ടെഴുത്ത്, കൊച്ചിയിൽ കണ്ടെഴുത്ത്. നമ്മുടെ സ്വഭാവം തന്നെ കേട്ടെഴുതുക, കണ്ടെഴുതുക. പൊതുജനാരോഗ്യ വകുപ്പ് ഏർപ്പെടുത്തി. 1910 മുനിസിപ്പൽ റെഗുലേഷൻ നിയമം അനുസരിച്ച് നഗരസമിതികൾക്ക് രൂപം നൽകി. അപ്പോൾ കൊച്ചിയിൽ നഗരസമിതികൾക്ക് രൂപം നൽകിയത് AR ബാനർജി. സർക്കാർ ഉദ്യോഗങ്ങളിൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് മുൻഗണന നൽകി. അപ്പോൾ വേറെ ആരൊക്കെ ആയിരുന്നു? തമിഴരടക്കം യൂറോപ്യരടക്കമായിരുന്നു പ്രധാനപ്പെട്ട പോസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നത്. റാവുമാർ തിരുവിതാംകൂറിലെ പോലെ തന്നെ തിരുവിതാംകൂറിൽ തമിഴ് ബ്രാഹ്മണരായിരുന്നെങ്കിൽ ഇവിടെയും മറ്റു വിഭാഗങ്ങളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ കൊച്ചിയിലെ ജനങ്ങൾക്ക് മുൻഗണന നൽകി. അപ്പോൾ കണ്ടെഴുത്ത്, കൊച്ചിയിലെ ഭൂസർവേ കണ്ടെഴുത്ത് പൂർത്തിയാക്കി. പൊതുജനാരോഗ്യ വകുപ്പ് ഏർപ്പെടുത്തി. മുനിസിപ്പൽ റെഗുലേഷൻ അനുസരിച്ച് നഗരസമിതികൾക്ക് രൂപം നൽകി. സർക്കാർ ഉദ്യോഗങ്ങളിൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് മുൻഗണന നൽകി. AR ബാനർജി. ഇപ്പം ശരിയായി തരാം. RK ഷൺമുഖം ചെട്ടി അല്ലേ? ഷൺമുഖം ചെട്ടിയും വേറെ എവിടെയൊക്കെയോ കേട്ട മാതിരി, കേട്ട മാതിരി അല്ലേ? ആവാമത് എങ്കയോ ആവാമത് അല്ലേ? അത് ഇവിടുന്ന് നോക്കാം. കൃഷിക്കാർക്ക് ഭൂപണയ ബാങ്ക്
എന്നാൽ ഇയാൾ വന്നില്ല. കടാശ്വാസ സമിതി, കൃഷിക്കാരെ സഹായിക്കാൻ ഭൂപണയ ബാങ്കും അല്ലേ ഡെപ്റ്റിന്ന് കടത്തിന്ന് ആശ്വാസം നൽകാൻ ഒരു കടാശ്വാസ സമിതിയും കൊണ്ടുവന്നു. ഗവൺമെന്റ് ഉദ്യോഗത്തിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചു. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നോക്കണം. ഇന്ത്യ ചരിത്രത്തിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് കൊണ്ടുവന്നത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം? ഇന്ത്യ ചരിത്രം എടുത്ത അധ്യാപകൻ തന്നിട്ടുണ്ട്, നോക്കി വെച്ചേക്കുക. കൊച്ചിയിൽ ഗവൺമെന്റ് ഉദ്യോഗത്തിന് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചത് RK ഷൺമുഖം ചെട്ടി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഗവൺമെന്റ് ഉദ്യോഗത്തിന് ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ കൊണ്ടുവരുന്നു. ഏതോ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ചെക്ക് ചെയ്യും. എന്താ സാർ ഇങ്ങനെയൊക്കെ പറ സാർ, വേണ്ട, ഇടയ്ക്ക് ഒന്ന് മറിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ എഴുതി വെക്കൂ, ഇന്ത്യയിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഏത് റിപ്പോർട്ട് പ്രകാരം, ഏത് നിർദ്ദേശപ്രകാരം. അങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം തൊട്ട് തുപ്പിലോട്ടൊന്ന് മറിക്കുമല്ലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഇന്ത്യ ചരിത്രം 1938 കൊച്ചി ഹൈക്കോടതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. 881 കൊച്ചിയിൽ തിരുവിതാംകൂറിൽ കോടതി ആരംഭിക്കുന്നുണ്ട്. ഇവിടെ 938 ഹൈക്കോടതി. തിരുവിതാംകൂറിൽ 881 തുടക്കം കുറിക്കുന്നു. 87 പൂർണ്ണ തരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇവിടെ 900, അവിടെ 800, ഇവിടെ 938 ഹൈക്കോടതി. കൊച്ചിയിൽ ദ്വിഭരണം സമ്പ്രദായം കൊണ്ടുവന്നു RK ഷൺമുഖം ചെട്ടി. കൊച്ചിയിൽ ദ്വിഭരണ സമ്പ്രദായം, ദിവാനോടൊപ്പം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ കൂടി ഭരിക്കും, ദ്വിഭരണ സമ്പ്രദായം. അങ്ങനെ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി ഉണ്ടാവുന്നു ഇദ്ദേഹത്തിന്റെ കാലത്ത്. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി ഈ ഉള്ളവൻ തന്നിട്ടുണ്ട്. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി തിരുവിതാംകൂർ കൊച്ചി മലബാർ ചാർട്ട് വരച്ച് തന്നില്ലേടേ? തന്നിട്ടുണ്ട്. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി. എനിവിടെ ആർക്കെങ്കിലും സീരിയസ് ആയിട്ട് പഠനത്തെ കാണാതെ ഇരുന്നിട്ടാ, അതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റാതെ വരുന്നത് പലർക്കും. പറ, കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി അമ്പാട്ട് ശിവരാമ മേനോൻ. നുള്ള് കൊടുക്ക്, തലയ്ക്കൊരു അടി കൊടു. അമ്പാട്ട് ശിവരാമ മേനോൻ. മലബാറിലോ കൊങ്ങാട്ട് രാമൻ മേനോൻ. കൊച്ചിയിൽ അമ്പാട്ട് ശിവരാമ മേനോൻ, മലബാറിൽ കൊങ്ങാട്ട് രാമൻ മേനോൻ. അപ്പോൾ ദ്വിഭരണം ഏർപ്പെടുത്തുന്നത് RK ഷൺമുഖം ചെട്ടി. ആദ്യത്തെ ധനകാര്യമന്ത്രി. സ്വാതന്ത്ര്യം. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്ന ആദ്യത്തെ ക്യാബിനറ്റ് മന്ത്രി RK ഷൺമുഖം ചെട്ടി. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി RK ഷൺമുഖം ചെട്ടി. ക്ലിയർ? ആ ഷെട്ടിയാണോ ഈ ഷെട്ടി? ആ രാജഗോപാലാചാര്യാണോ ഈ രാജഗോപാലാചാരി? ഒരു C രാജഗോപാലാചാരി ഉണ്ടേ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിക്കുമായിരുന്നു. CP കരുണാകര മേനോൻ, കൊച്ചിയിലെ അവസാന ദിവാൻ CP കരുണാകര മേനോൻ. തിരുവിതാംകൂറിലെ അവസാന ദിവാൻ. കൊച്ചിയിലെ അവസാന ദിവാൻ CP കരുണാകര മേനോൻ. തിരുവിതാംകൂറിലെ അവസാന ദിവാൻ ബാരിസ്റ്റർ GP പിള്ള, CP രാമസ്വാമി അയ്യർ. പിന്നെ വേറെ ആരോ ഉണ്ടല്ലോ ഒരാളുകൂടെ അല്ലേ? എവിടെയാണെന്നറിഞ്ഞില്ല. CP പോയതിനു ശേഷം CPക്ക് വെട്ടേക്കുന്നു. CP ദിവാൻ പദവി ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ ഒരാളെ ആക്ടിംഗ് ദിവാനായി നിയമിച്ചു. ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ കൊച്ചി രാജ്യം വളരെ ആറ്റിക്കുറുക്കി, കൂടുതലൊന്നും നിങ്ങൾ നോക്കി വെക്കണ്ട, ഈ സാധനം ഇത്രയും നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മലബാറിന്റെ ഒരു കൊച്ചിരിയുള്ളൂ. മലബാർ ഇച്ചിരി നോക്കുമ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ നമ്മുടെ കയ്യിലായി. ക്ലിയർ? അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, പഠിച്ചു പോണേടാ. രക്ഷപ്പെടാനുള്ളതാ. നമ്മളൊക്കെ രക്ഷപ്പെടും, എല്ലാം രക്ഷപ്പെടാനുള്ള വർഷം ഇത്, രക്ഷപ്പെടേണ്ട വർഷം ഇത്. ഓക്കെ? ആദ്യത്തെ ഒരു തളർച്ച ജനുവരിയിലൊക്കെ ഉണ്ടായി കാണും. 2020 തുടക്കത്തിലൊരു മന്ദതയൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? അതൊക്കെ മാറി എല്ലാവർക്കും.
നോട്ടിഫിക്കേഷൻ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉഷാറായി. ഇല്ല LD ഇങ്ങോട്ടും കഴിഞ്ഞ് LPUPയുടെയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് തളർന്ന് കിടന്ന നമ്മൾ ഒന്ന് ജീവൻ വെച്ചു അല്ലേ, ഒന്ന് ജീവൻ വെച്ചു. വന്നേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നേ അല്ലേ, ഓഫീസ് അസിസ്റ്റന്റ് വന്ന് നടക്കുന്നേ. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ഭാഗങ്ങൾ ഇത്രയും ഒന്ന് ആവർത്തിച്ച് 2-3 ആവർത്തി ഒന്ന് പറയുക. ഇല്ല, പറഞ്ഞ കാര്യം കൂടി ചെയ്യണം. ഏതാ, ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ന എൻ്റെ ഓർമ്മ. എന്തെങ്കിലും വർഷങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നതാണ്. എല്ലാവരും ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ച് തന്നെ ചോദിക്കാറുണ്ട്, എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്. സാർ ഇങ്ങനെ വർഷങ്ങളെല്ലാം എങ്ങനെ ഓർത്ത് വെച്ചു, പടപട വർഷങ്ങളൊക്കെ പറയുന്നു. നിത്യാഭ്യാസി ആനയെടുക്കും. അതിന് ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എൻ്റെ ഓർമ്മ, മൊബൈലിൽ റെക്കോർഡ് ചെയ്താൽ മതി. വീട്ടിൽ രാത്രി ഇരിക്കുമ്പോഴേ മൊബൈലിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് എടുത്ത് കിടക്കുക. അലക്കുമ്പോൾ അലക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, അങ്ങനെയുള്ളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആമ്പിളരുണ്ടല്ലോ, ബൈക്കിൽ പോകുമ്പോൾ പാട്ടിട്ട് തലവിലേക്ക് പോകുന്നതൊക്കെ നമ്മുടെ ജീവിതം. നമുക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടാൽ പിന്നെ ഇഷ്ടംപോലെ പാട്ട് കേട്ടൂടെ? ആ പാട്ട് കേട്ട് പോകുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ അത്രയും പറയുന്നതിനെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിക്കും, അപകടം ഇല്ലാതെ പോയിട്ട് തിരിച്ചു വരാം. മറ്റേ അവൻ പാട്ടിലും കൂടെ ശ്രദ്ധ പോകും. ഓക്കെ, പിന്നെ കൊച്ചിയിലെ അവസാന ദിവാൻ CP കരുണാകരൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ. പ്രധാന രാജാവ്, പ്രധാനപ്പെട്ട വസ്തുതകൾ, ദിവാന്മാരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കൊച്ചി നമുക്ക് ഇങ്ങനെ അങ്ങ് പഠിപ്പിച്ചങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത്. ക്ലിയർ? അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഉള്ളവൻ്റെയും ഹാജാസ് ക്ലാസ്സസിൻ്റെയും സർവ്വവിധ മംഗളങ്ങളും ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് വിജയിക്കാം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.